ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പിയുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. കണ്ടിട്ട് ചില്ലി ചിക്കൻ എന്നല്ലേ തോന്നിയത്? എന്നാൽ അല്ല. ഇന്നത്തെ എൻ്റെ ഡിഷിന്റെ പേരാണ് ചിങ്കാരി ചിക്കൻ. ഡിഷിന് ഈ പേര് വരാൻ കാരണം നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവും. ഇത് മെയിൻ ഡിഷായിട്ടോ സൈഡ് ഡിഷായിട്ടോ നമുക്ക് ഇത് ഉപയോഗിക്കാം. എന്തിനു പറയുന്നത്, നിങ്ങൾ ഒരു ബ്രെഡിന്റെ കൂടെ കഴിക്കുമ്പോഴും അതിന് ഒരു പ്രത്യേക സ്വാദ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചിക്കൻ. ഇത് 1/2 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ആണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ പക്ഷേ 1-2 പീസിൽ ബോൺ ഉണ്ട്. അടുത്ത് വേണ്ടത് 3 സവോള. ഇത് ചോപ്പ് ചെയ്ത് വെക്കണം. 2 ടൊമാറ്റോ, അതും ചോപ്പ് ചെയ്ത് വെക്കണം. ഇനി അടുത്ത് വേണ്ടത് ഗാർലിക്കാണ്, അതും ചോപ്പ് ചെയ്ത് വെക്കണം. അടുത്ത് വേണ്ടത് ജിഞ്ചറാണ്, അതും ചോപ്പ് ചെയ്ത് വെക്കണം. ഇനി അടുത്ത് കടലമാവ്. അടുത്ത് വേണ്ടത് കോൺഫ്ലവർ. ഇനി ഒരു 7 പച്ചമുളക് വേണം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് 1 മുട്ട. അടുത്തത് വിനീഗർ. ഇനി അടുത്ത് സോസുകളാണേ. ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്. ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇനി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ആദ്യം നമുക്ക് ചിക്കൻ്റെ കോട്ടിങ്ങിനുള്ള ബാറ്റർ റെഡിയാക്കാം. ഇതിനു വേണ്ടി 3 സ്പൂൺ കടലമാവ് വേണം, 1/2 സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമുക്ക് 1 മുട്ട അതും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ആ മുട്ടയും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആദ്യമേ എടുത്തൊഴിക്കണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കണം. നമ്മുടെ കോട്ടിംഗ് റെഡി ആയി കഴിഞ്ഞു. ഏതാണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അടച്ച് എടുത്തു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. ഒരു പാൻ ആദ്യം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ആക്കാം. ഇതിലേക്ക് ആവശ്യത്തിന്, അത് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറക്കേണ്ടത്. ഇല്ലെങ്കിൽ പുറം വശം അതിന്റെ കവർ നന്നായിട്ട് അങ്ങ് കരിയുകയും ചെയ്യും, അകവശം വെന്ത് കിട്ടൂല. ഞാനിവിടെ വറക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഏതാണ്ട് ഈ കളറ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം നമുക്കിത് എടുത്തു മാറ്റാം. ഏതാണ്ട് ഈ സമയമാകുമ്പം തന്നെ എൻ്റെ 2 മക്കളും കഴിച്ചു തുടങ്ങും. നല്ല ടേസ്റ്റാണ് ഇത് കെച്ചപ്പിൽ മുക്കി കഴിക്കാൻ. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഈവനിങ് സ്നാക്ക് ആക്കി എടുക്കാം. നമുക്കിത് ഇതുപോലെ ഇനിയുള്ള ബാക്കിയിരിക്കുന്ന ചിക്കനും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ കറിയുടെ ഗ്രേവി റെഡിയാക്കാം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകിന്ന് കുറച്ച് ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട്
ഒന്ന് വഴറ്റാം. ഉപ്പിടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോയാ സോസും കൂടെ ഒഴിക്കുവാണ്. അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. കൂടുതൽ ഉപ്പിട്ട് പോയാൽ നമ്മൾ പെട്ടുപോകും. സവോള ഏതാണ്ട് പകുതി വഴറ്റിയ ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ അതിലേക്ക് ഇടണം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഇത് എത്രത്തോളം നന്നായിട്ട് വഴറ്റുമോ അത്രത്തോളം നമ്മുടെ കറിയുടെ ടേസ്റ്റും കൂടും. ഏതാണ്ട് ഇതുപോലെ ഈ ഗോൾഡൻ കളർ ആകുമ്പം നമുക്കിതിലേക്ക് 2 സ്പൂൺ വിനീഗർ ഒഴിക്കാം. അടുത്ത് നമുക്ക് സോസുകൾ ഒഴിക്കാം. ആദ്യം 2 സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഈ പറയുന്നത്, 2 സ്പൂണ് ചില്ലി സോസ് ഒഴിക്കാം. അടുത്ത് നമുക്ക് സോയാ സോസ് ഒഴിക്കാം, 3 സ്പൂണേ. അതുപോലെ 3 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ തന്നെ നല്ലൊരു സ്വീറ്റ് മണമാണ്. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇടാം. കൂടെ പച്ചമുളകും ഇടണം. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. അതുപോലെ പച്ചമുളകും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു എരിവുമുള്ള നല്ലൊരു മിക്സഡ് ഫ്ലേവർ ആണ് ഇതിന്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. എനിക്ക് നേരത്തെ കോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നില്ലേ, ആ ബാറ്ററിന്റെ ഏതാണ്ട് 1 സ്പൂണോളം ബാക്കി വന്നായിരുന്നു. അതിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായി 1/2 സ്പൂൺ നല്ലെണ്ണ അവിടെ എവിടെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണേ. അങ്ങനെ നമ്മൾ നമ്മുടെ ചിങ്കാരി ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചിങ്കാരി ചിക്കൻ എന്ന് ഈ ഡിഷിന് പേര് വരാൻ കാരണം. കുഞ്ഞുങ്ങളെയല്ലേ നമ്മൾ ചിങ്കാരി എന്ന് വിളിക്കുന്നേ. കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിൻ്റെതായ സ്വീറ്റ്നെസ്സും അതുപോലെ അവരുടെ കുറുമ്പിൻ്റെതായ എരിവും ആണ് ഈ കറിയുടെ പ്രത്യേകത. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാര്യം അത്ര നല്ലൊരു ഡിഷാണ്. ട്രൈ ചെയ്യണേ. എന്നിട്ട് അതിന്റെ കമന്റ്സും എനിക്ക് ഇടണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.